ഞാൻ എന്താ പഠിക്കേണ്ടത്, ഞാൻ ഏത് കോഴ്സിനാണ് ചേരേണ്ടത്, എനിക്ക് സ്യൂട്ടബിൾ ആകുന്ന കോഴ്സ് ഏതാണ്, എൻ്റെ ഭാവി എങ്ങനെയായിരിക്കണം, ഇതൊക്കെ നമ്മളും ആലോചിക്കും. എപ്പോഴാണ്? അക്ഷയ സെൻറ്ററിൽ പോയിരുന്നിട്ട്. മലയാളികളുടെ കരിയർ സെലക്ഷൻ തീരുമാനിക്കുന്നതിൽ അക്ഷയയിലെ ചേച്ചിമാർക്ക് വല്ലാത്തൊരു റോളുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ കോള് വരുന്നത് അക്ഷയ സെൻറ്ററിൽ നിന്നാണ്. സർ, ഞാൻ ഇന്ന ആളാണ്, സാറിൻ്റെ ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അവൻ കഥകൾ പറയാൻ തുടങ്ങും. ഞാൻ ചോദിക്കും, എന്താ വിഷയം? സാറേ, ഞാനിപ്പോൾ അക്ഷയ സെൻറ്ററിലാണ് ഇരിക്കുന്നത്. എൻ്റെ മുന്നിൽ 4 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി. ഞാൻ ഏത് അപേക്ഷ കൊടുക്കും? ഇന്ന് മലയാളികൾ പലരുടെയും ഭാവി നിർണ്ണയിച്ചത് അക്ഷയയിലെ ചേച്ചിമാരാണ്. ഇതാണ് നമ്മളും മറ്റു വിദ്യാർത്ഥികളും തമ്മിലുള്ള വ്യത്യാസം. അതേസമയം നമ്മുടെ ജീവിതത്തിലെ മറ്റു കാര്യങ്ങൾക്കുള്ള തയ്യാറെടുപ്പ് എത്രയോ നേരത്തെ നമ്മൾ തുടങ്ങുന്നു. കയ്യിലുള്ള മൊബൈൽ ഫോൺ, ഇപ്പോൾ ഒരു പക്ഷേ അച്ഛൻ്റെയും അമ്മയുടെയും മൊബൈൽ ഫോൺ ആയിരിക്കും നിങ്ങൾ യൂസ് ചെയ്യുന്നത്. അതൊരു പക്ഷേ ഒരു പഴയ ഫോണായിരിക്കാം. അതിൻ്റെ സ്ക്രീൻ ഗാർഡ് ചിലപ്പോൾ പൊട്ടിയിട്ടുണ്ടാവാം, അത് കുറച്ച് ഹാങ് ആയിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ ഒരു പുതിയ ഫോൺ മാറ്റി കിട്ടണമെന്നൊരു ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ട്, അല്ലേ? അങ്ങനെ ഒരു ഫോൺ മാറ്റാൻ അവസരം കിട്ടിയാൽ അത് ഏത് ഫോണായിരിക്കും എന്നുള്ളത് ഇപ്പം തന്നെ കൃത്യമായി അന്വേഷിച്ച് അതിൻ്റെ ഫുൾ സ്പെസിഫിക്കേഷൻ ഈ ടീമിൻ്റെ കയ്യിൽ ഉണ്ടായിരിക്കും. നാളെ ഒരു ബൈക്ക് വാങ്ങണം, നാളെ ഒരു വാഹനം വാങ്ങണം. നിരത്തിലൂടെയൊക്കെ പോകുമ്പോൾ പല ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ നല്ല സ്റ്റൈലായിട്ട് പോകുന്നത് കാണുമ്പോൾ ഞാനും വളർന്ന് വലുതായി കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ബൈക്കിൽ പാഞ്ഞു പോകും. ആ ബൈക്ക് ഏതാണ്, അതിൻ്റെ സ്പെസിഫിക്കേഷൻ എന്താണ്, കൃത്യമായി ഒരു ഓട്ടോ കൺസൾട്ടൻറ്റിനോട് ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളുടെ കയ്യിൽ നിന്നും കിട്ടും. എന്നാൽ എടാ, നീ ഏത് കോഴ്സാണ് പഠിക്കുന്നത്, നിനക്ക് ഏതാ, നിൻ്റെ മേഖല ഏതാണ്, നീ എന്ത് ജോലിയാണ് ആഗ്രഹിക്കുന്നത്, അതിനുള്ള തയ്യാറെടുപ്പ് എന്താണ് ചെയ്തത്, അതറിയത്തില്ല. അതന്വേഷിക്കാൻ മാത്രം നമ്മുടെ കയ്യിൽ സമയമില്ല. ഇതാണ് നമ്മളും കരിയറിലേക്ക് സക്സസ്ഫുള്ളി എത്തുന്ന ആളുകളും തമ്മിലുള്ള വ്യത്യാസം.